ഹായ് ഓൾ, പോസിറ്റീവ് വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ട്വിൻ ഫ്ലെയിംസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ എനർജി ഇംബാലൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. 29ന് കറുത്തവാവ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 23rd മുതൽ തന്നെ എല്ലാവർക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള അസ്വസ്ഥതകളും മറ്റ് ബുദ്ധിമുട്ടുകളും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ എനർജിയിലുണ്ടാകുന്ന ഇംബാലൻസ് കൊണ്ടാണ്. ചിലർക്ക് ബോഡി പെയിനായിട്ട് വരും, ചിലർക്ക് ചക്രാസിലെ എനർജി സെൻറ്റേഴ്സിലെ പെയിന് തോന്നും, പനി, അങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാകും. മനസ്സ് എല്ലാം ലോസ്റ്റ് ആയ പോലെ, എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ അങ്ങനെ തോന്നുന്നവരും ഉണ്ട്. അപ്പോൾ ഈ എനർജി ഇംബാലൻസിനെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ലൈഫിനെ ഒന്ന് സ്റ്റേബിളാക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു സമയത്ത് മാത്രമല്ല, നമ്മുടെ എനർജി പലപ്പോഴായിട്ട് ഇങ്ങനെ ഇംബാലൻസ് ആകുന്നുണ്ട്. നമ്മുടേതായ മൂഡ് സ്വിങ്സ് ഉണ്ട്. ഈ ജേണിയിൽ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ ജഗ്ലിങ് വരുന്ന ഒരു ജേണിയാണ്, ലൂപ്പ് വരുന്നൊരു ജേണിയാണ്. അതിൻ്റേതായ ഇംബാലൻസസ് ഉണ്ട്. നമുക്കായിട്ടല്ലാതെ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഉണ്ട്. ഇതിനെയൊക്കെ ഈ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പ് പോലെ ഒരു കാര്യം, നമുക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ വന്ന് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ് ആസ്വദിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, എന്ത് കാര്യം ചെയ്താലും അത് ഭഗവാന് സമർപ്പിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ ദൈനംദിന കാര്യങ്ങളുണ്ട്, നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കരിയർ വൈസായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സാമൂഹികപരമായിട്ടും എല്ലാം ഒരുപാട് തലങ്ങളുണ്ട് നമ്മളെന്നുള്ള വ്യക്തിക്ക്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഈശ്വരനിൽ സമർപ്പിക്കുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യുക. ഈശ്വരനോട് നമുക്ക് ഭയം, ഭക്തി, ബഹുമാനം എന്നിവയുണ്ട്, അല്ലേ? ഭയം എന്തിനാണ്? നമ്മുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റായിട്ടുള്ളൊരു വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഭയം. ഓക്കെ. അതുപോലെ ബഹുമാനം, ഭഗവാനോടുള്ള ബഹുമാനത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രവൃത്തി ചെയ്യുക. ഭയം, ഭക്തി എപ്പോഴും നമുക്കുള്ളതാണ്, ഭഗവാനോടുള്ള ഭക്തി. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യണം. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ 100% നമ്മളുണ്ടാകും. ഓക്കെ. പിന്നൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, എനിക്ക് സംസാരിക്കാനുള്ള ശബ്ദമുണ്ട്, എനിക്ക് സംസാരശേഷിയുണ്ട്, നിങ്ങൾക്കതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഇല്ലാത്തൊരു വ്യക്തിക്ക്, ഈ സംസാരശേഷിയോ കേൾവിശക്തിയോ ഒന്നുമില്ലാത്തൊരു വ്യക്തിക്ക് അയാൾ ആഗ്രഹിക്കുന്ന വലിയൊരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അത്രയും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഈശ്വരൻ നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും അത്രയധികം നന്ദിയോടുകൂടി വേണം ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ നന്ദിയോടുകൂടി ഭഗവാനിൽ, ഓരോ പ്രവൃത്തിയും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പം നമുക്ക് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അത് ചെയ്യുമ്പോഴും മനസ്സിൽ വേറെ വേറെ ചിന്തകളായിരിക്കും, നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്ന് അലയടിച്ചുകൊണ്ടേയിരിക്കും. ആ ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റും, പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാൻ പറ്റും, ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റും. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 100% ആണ്. ഇങ്ങനെ ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അത് നമ്മുടെ സെൽഫ് ലവിലേക്കും സെൽഫ് ഗ്രോത്തിലേക്കും ഒക്കെ നമ്മളെന്ന വ്യക്തിയുടെ ഓരോ തലങ്ങളിലേക്കും നമ്മൾ ഈ ഒരു പ്രോസസ്സ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളെന്ന വ്യക്തിക്ക് തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഇന്നർ വർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവില്ല, ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും.
പിന്നീട് ഒരു കാര്യം കൂടി, നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു നമ്മുടെ ആ റിസൾട്ട് പോസിറ്റീവായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എന്നായാലും എപ്പോഴായാലും ക്ഷമയോടുകൂടി ചെയ്യുക. ഇപ്പം തന്നെ റിസൾട്ട് വേണമെന്നല്ല, എന്നായാലും എപ്പോഴായാലും ഭഗവാൻ എനിക്കിതിനുള്ള പ്രതിഫലം തരും എന്ന ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുക. പിന്നെ ഇന്നർ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലോ ഞാനെന്ന വ്യക്തിയിലോ വന്നു ചേർന്നിട്ടുള്ള കർമാസെല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു വളരെ ദൈവികമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ ഒരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ വന്നിരിക്കുന്ന കർമ്മദോഷങ്ങൾ ഇതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നമുക്കൊരു വഴി തെളിഞ്ഞു കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ദൈവിക മൂല്യം കൽപ്പിച്ചുകൊണ്ട് ആ ഒരു ഭാഗ്യം ഈശ്വരൻ നമുക്ക് നൽകിയതിന് ഭഗവാനോട് മനസ്സിലെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ആ ഇന്നർ വർക്കും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെന്നുള്ള വ്യക്തിക്ക് നല്ലൊരു നിലനിൽപ്പുണ്ടായി, നമുക്ക് ചുറ്റും നല്ല പോസിറ്റിവിറ്റി ഉണ്ടായി, നമ്മുടെ സെൽഫ് ഗ്രോത്ത് ഉണ്ടായി, നമ്മുടെ ഇന്നർ വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും എനിക്കിതിന് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം കൃത്യമായിട്ടുള്ളൊരു ഫലം ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അലൈൻ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അവയ്ക്ക് നന്ദി ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ കൃത്യമായ ഫലം ഈശ്വരൻ തരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ചെയ്യുക. തീർച്ചയായിട്ടും ഫലമുണ്ടാകും. ഓക്കെ, പിന്നെ ഞാനൊരു സ്പിരിച്വൽ ഹീലറാണ്. ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം. കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്കും ഈ ട്വിൻ ഫ്ലെയിം ജേണിയുടെ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു.